belong. We are the army of Christ, born by His blood, cleansed by His word, born of the Spirit to the risen Jesus Christ. We belong by His blood, cleansed by His word, born of the Spirit to the risen Jesus Christ. We belong. We are the army of Christ. We are Christ army. We are the army of Christ. We are Christ army. Not by sight, but by the faith alone. Not against flesh, not against flesh, but against the forces of darkness we fight. We are the army of Christ. We are the army of Christ. We are Christ army. We are the army of Christ. We are the army of Christ. We are Christ army. We are the army of Christ. We are Christ army. ഓക്കെ, ശരി. നമുക്കൊരു ദിവസം എത്ര കോൾസാണ് വരുന്നത്? അല്ല, ദൈവം നമ്മളെ ഇതുപോലെ വിളിക്കാറുണ്ടോ? ഈ സംശയം തീർക്കാൻ ക്രൈസ്റ്റ് ആർമിയുടെ ഒപ്പം നമുക്ക് ചേരാം. Praise the Lord. Hallelujah. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ്. നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം. അതുകൊണ്ട് നിങ്ങൾ മറുപടി പറയണ്ട. കണ്ടാൽ തന്നെ അറിയാം എല്ലാവരും നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. നിങ്ങളെല്ലാവരും പുതിയൊരു വിഷയത്തെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നതെന്ന് നിങ്ങളെ കാണുമ്പോൾ സിസ്റ്റിന് മനസ്സിലാവുന്നു. നിങ്ങളെ കാണുമ്പോൾ സിസ്റ്റിന് മനസ്സിൽ വരുന്ന വിഷയം എന്താണെന്നറിയോ? ദൈവവിളിയെക്കുറിച്ചാണ് സിസ്റ്റർ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നിങ്ങളെ ഫോൺ വിളിക്കാറുണ്ടോ? ഇല്ല. കറക്റ്റ് ആൻസർ. ദൈവം എങ്ങനെയാണ് സിസ്റ്റർ ഞങ്ങൾക്ക് ഫോൺ വിളിക്കുന്നത്? ദൈവത്തിൻ്റെ കയ്യിൽ ഫോണുണ്ടോ? ദൈവം എങ്ങനെയാണ് നമ്മളെ ഫോൺ വിളിക്കുക? അതൊന്നും ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നൊരു കാര്യമില്ല. ദൈവം നമ്മളെ വിളിക്കാറില്ല, അല്ലേ? പക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കും, നമ്മുടെ പപ്പയും മമ്മയും റിലേറ്റീവ്സ് ഗ്രാൻഡ് പേരൻസ് ഒക്കെ നമുക്ക് ഫോൺ വിളിക്കും. മിസ് കോൾ കണ്ടാൽ നമ്മൾ തിരിച്ചും വിളിക്കും. പക്ഷെ ദൈവം വിളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്താ? ഇല്ല എന്ന്. പക്ഷേ മക്കളെ, ഇന്ന് സിസ്റ്റർ നിങ്ങളോട് പറയുന്നു, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്? ദൈവവിളിയുണ്ട്. ഗോഡ് ഹാസ് കോൾഡ് യു. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. സിസ്റ്റർ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ വിചാരിക്കും, സിസ്റ്റർ ദൈവവിളി എന്ന് പറഞ്ഞാൽ അച്ഛനാകാനും സിസ്റ്റർ ആകാനും ആണോ പറയുന്നേ? അല്ല. അച്ഛനാകാനും സിസ്റ്റർ ആകുന്നതല്ല ദൈവവിളി. അത് മാത്രമല്ല ദൈവവിളി. ദൈവവിളി എന്ന് വെച്ചാൽ ദൈവം നിങ്ങളെ ആദ്യമായി എന്തിനാ വിളിച്ചതെന്നറിയോ? ദൈവം നിങ്ങളെ ആദ്യമായി വിളിച്ചത് മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കാനാണ്. ദ ഫസ്റ്റ് കോൾ ടു ബി എ ഹ്യൂമൻ ബീങ് ഓൺ ദിസ് എർത്ത്. ആ വിളി നിങ്ങൾക്ക് ലഭിച്ചില്ലേ? നിങ്ങളൊക്കെ ഹ്യൂമൻ ബീങ്സ് അല്ലേ? ആരെങ്കിലും പട്ടിയും പൂച്ചയായിട്ട് ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല. എല്ലാവരും ദൈവം ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയാ? ഹ്യൂമൻ ബീങ്സ് ആയിട്ടാണ്, മനുഷ്യരായിട്ട് നിങ്ങളെ ദൈവം ആദ്യം വിളിച്ചു. രണ്ടാമത് ദൈവം നിങ്ങളെ വിളിച്ചത് എന്താണെന്നറിയോ? നിങ്ങളെ സ്ത്രീയും പുരുഷനുമായി വിളിച്ചു. അതായത് നിങ്ങൾ ജന്മം കൊണ്ടത് ഒന്നെങ്കിൽ ഗേൾസ് അല്ലെങ്കിൽ ബോയ്സ് ആയിട്ട് ഒരു സെക്സ് നിങ്ങൾക്ക് തന്നു. അതാണ് നിങ്ങളുടെ രണ്ടാമത്തെ വിളി. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ എന്തിനാ പെണ്ണായിട്ട് ജനിച്ചേ? ആണായിട്ട് ജനിച്ചാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ ഇവർ വിചാരിക്കാൻ, ഈശോ പെണ്ണായാൽ നല്ല മേക്കപ്പൊക്കെ ചെയ്യായിരുന്നു, നല്ല മുടി, നീണ്ട മുടിയും കമ്മലൊക്കെ ഇടായിരുന്നെന്ന്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ദൈവം നിങ്ങൾക്ക് തന്ന വിളിയാണ് നിങ്ങളുടെ സെക്ഷുവാലിറ്റി. ടു ബി എ ബോയ്, ടു ബി എ ഗേൾ. അതാണ് നമ്മുടെ രണ്ടാമത്തെ വിളി. നമ്മുടെ മൂന്നാമത്തെ വിളി എന്ന് നമ്മൾ പറയുമ്പോൾ ടു ബി എ ചൈൽഡ് ഓഫ് ഗോഡ്. ദൈവ പൈതലായി ഭൂമിയിൽ ജീവിക്കാം. ദൈവത്തിൻ്റെ സ്വന്തം പൊന്നോമന പുത്രനും പുത്രിയായിട്ടാണ് നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തത്. എങ്ങനെ? മാമോദീസയിലൂടെ. അപ്പോൾ സിസ്റ്റർ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത് 3 വിളിയെക്കുറിച്ചാണ്, അല്ലേ? ഫസ്റ്റ്, ടു ബി എ ഹ്യൂമൻ ബീങ്, മനുഷ്യനായിട്ട് ജനിക്കാം. രണ്ടാമത്, ഒരു സ്ത്രീ പുരുഷനായിട്ട്. തേർഡ്, ദൈവ പൈതലായിട്ട് നിങ്ങൾക്ക് ജന്മം തള്ളും. നിങ്ങളുടെ 3 വിളികളെ കുറിച്ചാണ് ദൈവം സിസ്റ്റർ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ആ 3 വിളിക്കപ്പുറം 4ാമത്തെ വിളിയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. എല്ലാവരും ഒരു പ്രായം എത്തുമ്പോൾ ലെഫ്റ്റ് ഓർ റൈറ്റ്, ഇങ്ങനെ നീണ്ട റോഡ്
റോഡാണ്. ആ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു എൻഡ് വരും. ആ എൻഡിൽ യു ഷുഡ് ടേൺ ലെഫ്റ്റ് ഓർ റൈറ്റ്. അങ്ങനത്തെ റോഡുകൾ കണ്ടിട്ടില്ലേ? മുന്നിലെന്ത് ഇതില്ല, റോഡില്ല. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ വന്ന് നിൽക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം, വിവാഹ ജീവിതത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ സമർപ്പിത ജീവിതം, പൗരോഹിത്യ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. സിസ്റ്ററോ അച്ഛനോ ആകാം. പിന്നെ ചിലവരെന്ത് ചെയ്യും, ഏകസ്ഥ ജീവിതം നയിക്കുന്നവരുണ്ട്. പക്ഷെ ചുരുക്കം ചിലവരെ നമ്മൾ അങ്ങനെ കാണുന്നുള്ളൂ. കല്യാണവും കഴിക്കില്ല, സിസ്റ്ററും അച്ഛനും ആവില്ല. അങ്ങനെ ജീവിക്കുന്ന ചുരുക്കം വ്യക്തികൾ, അതും ഒരു ദൈവവിളിയാണെന്നാണ് സഭ പറയുന്നത്. അപ്പം നമ്മൾ ഇപ്പം തൊട്ട് നിങ്ങളുടെ ഈ പ്രായത്തിൽ, സിസ്റ്റർ എന്തിനാണ് നിങ്ങളോട് ഈ കുഞ്ഞു പ്രായത്തിൽ ഇത് പറഞ്ഞു തരുന്നതെന്നറിയോ? വിശുദ്ധരെല്ലാം അവരുടെ ആ ടേണിംഗ് പോയിന്റ് എപ്പോഴാണ് ഡിസൈഡ് ചെയ്തതെന്നറിയോ? അവരുടെ കുഞ്ഞിലേ ഡിസൈഡ് ചെയ്തതാണ്. കുഞ്ഞിലേ അവരെന്താ പറഞ്ഞേ? ഞാൻ എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു. ഐ ഹാവ് കോൺസെക്രേറ്റഡ് മൈ ലൈഫ് ടു യു ജീസസ്. ജീസസ്, യു ആർ മൈ സ്പൗസ്. ഈശോയെ, നീയാണ് എൻ്റെ മണവാളൻ. വിശുദ്ധ റോസ പുണ്യവതി, ലീമായിലെ സെയിൻറ്റ് റോസ പുണ്യവതി കുഞ്ഞിലേ തന്നെ ആർക്ക് സമർപ്പിച്ചതാ? ദൈവത്തിന് സമർപ്പിച്ചതാ. അവൾ സുന്ദരി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ കണ്ണെടുക്കില്ല, അത്രയും മനോഹരമായിരുന്നു, സുന്ദരിയായിരുന്നു. ആര്? വിശുദ്ധ റോസ പുണ്യവതിയുടെ കാണാനായിട്ട് കുറേ ഫ്രണ്ട്സ് വരും. കാരണം അവളെ കാണാൻ അത്ര ഭംഗിയായിരുന്നു. ഓരോരുത്തർ വരുമ്പോൾ, പപ്പയുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ചോദിക്കും, എൻ്റെ മകളെ, എൻ്റെ മോനെ കല്യാണം കഴിച്ച് തരുമോ? അവൾ നല്ല ശാരീരതയുള്ള സുന്ദരിയായൊരു മോളാണ്. പക്ഷേ റോസ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇല്ല, ഞാൻ വിവാഹം കഴിക്കില്ല, എൻ്റെ മണവാളൻ ഈശോയാണ്. നിർബന്ധിക്കുന്ന സമയത്ത് അവൾ എന്ത് ചെയ്യുന്നറിയോ? അവൾ കീറിയ വസ്ത്രമൊക്കെ ഇട്ട്, അതായത് മുഷിഞ്ഞ വസ്ത്രം, കാണാൻ വലിയ അട്രാക്റ്റീവ് ഒന്നും അല്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ട് പള്ളിയിൽ പോവും. അതായത് കാണുമ്പോൾ ആർക്കും അവളോട് ഒരു അട്രാക്ഷൻ തോന്നാൻ പാടില്ല. നല്ല മുഖസുന്ദരി ആയതുകൊണ്ട് പെപ്പറിലെ കുരുമുളക് പൊടി പൊടിച്ച് എന്ത് ചെയ്യും, അവൾ മുഖത്തൊക്കെ തേക്കും. അപ്പോൾ ഇങ്ങനെ പിമ്പിൾസ് പോലെ കാണാനായിട്ട്, അത്രയും സുന്ദര മുഖമായതുകൊണ്ട് അത് വിരൂപമാക്കാൻ വേണ്ടി അവൾ അങ്ങനെ ഓരോന്ന് ചെയ്യുമായിരുന്നു. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി കുഞ്ഞിലെ വിശുദ്ധ റോസ എന്ത് ചെയ്തു? തീരുമാനിച്ചു, ഞാനൊരു സിസ്റ്റർ ആകുമെന്ന്. വിശുദ്ധ റീത്ത പുണ്യവതി വിവാഹം ചെയ്തൊരു സ്ത്രീയാണ്. വിശുദ്ധ റീത്തയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വിശുദ്ധ റീത്ത ഒരു സിസ്റ്റർ ആകാൻ ആഗ്രഹിച്ചു. പക്ഷെ ദൈവം വിളിച്ചത് വിശുദ്ധ റീത്ത പുണ്യവതിനെ എന്തിനാ? വിവാഹം കഴിക്കാനാണ്. വിവാഹം കഴിച്ച് മക്കളുണ്ടായി, ഭർത്താവ് ഉണ്ടായിരുന്നു. ഭർത്താവും മക്കളൊക്കെ വഴിവിട്ട ജീവിതം പ്രാർത്ഥനയിലൂടെ അവരെ മാനസാന്തരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു വിശുദ്ധ റീത്ത. അതിനുശേഷം, മരണത്തിന് ശേഷം ഒരു സമർപ്പിതയായി മാറി. ആ മകളുടെ വിളി, ആ വിശുദ്ധയുടെ വിളി വിവാഹ ജീവിതത്തിലൂടെ സമർപ്പിത ജീവിതത്തിലേക്കായിരുന്നു. കുഞ്ഞു മക്കളായ നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധ കുർബാനയിൽ പോകുമ്പോൾ അച്ഛൻ കാസയും പീലാസയും ഉയർത്തുന്ന സമയത്ത് പറയണം, ഈശോയെ, എൻ്റെ ദൈവവിളി എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണമേന്ന്. ചിലവരോർക്കും ദൈവവിളി എന്താ സിസ്റ്റർ? മാലാഖ വന്ന് പരിശുദ്ധ അമ്മയോട് പറഞ്ഞതുപോലെ വരുമോ? നീ സിസ്റ്റർ ആയിക്കോട്ടാ, നീ അച്ഛനായിക്കോട്ടാ, അങ്ങനെ പറയുമോ? ചിലപ്പോൾ അങ്ങനെ ആവില്ല ദൈവവിളി നമുക്ക് ലഭിക്കുന്നത്. ദൈവവിളി പലർക്ക് പല രീതിയിലാണ് ലഭിക്കാം. ഒരു സിസ്റ്ററിൻ്റെ അനുഭവം സിസ്റ്റർ പറയാം. സിസ്റ്ററിൻ്റെ കൂടെയുള്ളൊരു സിസ്റ്ററിൻ്റെ അനുഭവമാണ്. ആ സിസ്റ്റർ എപ്പോഴും +2 പഠിക്കുന്ന സമയത്ത് 12th മാത്സിന് തോൽക്കും. എത്ര പഠിച്ചെഴുതിയാലും മാത്സ് തോൽക്കും. 3-4 പ്രാവശ്യം എഴുതി. പക്ഷേ ഈ സിസ്റ്റർ മനസ്സിലായി, മാത്സിനല്ല കുഴപ്പം, ദൈവം എന്തോ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സിസ്റ്റർ പേഴ്സണൽ പ്രെയർ അപ്പോൾ ആ കോളേജിലായിരുന്ന ആ ചേച്ചി പ്രാർത്ഥിച്ച് എന്താ ചെയ്യേണ്ടതെന്നാൽ കുറച്ച് ദിവസം എവിടെയെങ്കിലും കോൺവെൻറ്റിൽ പോയി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ റിട്രീറ്റ് സെൻറ്ററിൽ പോയി പ്രാർത്ഥിച്ച് ഈ വഴിയല്ല, ആൾക്കൊരു ബാങ്കിലെ മാനേജർ ആകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഈശോ ആഗ്രഹിക്കുന്ന പുള്ളി ബാങ്കിലെ മാനേജർ ആകണമെന്നല്ല. അപ്പോൾ ഈശോ അവിടെ ഒരു സൈൻ കൊടുത്തു, എന്ത്? പാസ്സാവണില്ല. പെട്ടെന്ന് പ്രാർത്ഥനയിലൂടെ സിസ്റ്ററിന് മനസ്സിലായി, എന്നാൽ ഞാനൊരു സിസ്റ്റർ ആയാലോ, ഈശോയോട് എനിക്ക് ഭയങ്കര സ്നേഹം, ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഈശോയ്ക്ക് വേണ്ടി ഇനി കണക്കൊക്കെ ചെയ്യാം, കാൽക്കുലേഷനും ബാങ്കിൻ്റെ വർക്കൊക്കെ ഈശോയ്ക്ക് വേണ്ടി ഒരു സിസ്റ്ററായിട്ട് ചെയ്താലോ എന്ന് വേണ്ടി കോൺവെൻറ്റ് ജോയിൻ ചെയ്തു. അപ്പോഴും സിസ്റ്ററിന് മനസ്സിലായി, എന്താ ഞാൻ മാത്സ് പാസ്സാവാത്തേ? കോൺവെൻറ്റ് ജോയിൻ ചെയ്ത് 3 മാസം കഴിഞ്ഞപ്പോൾ മാത്സ് പരീക്ഷ എഴുതിയപ്പോൾ പരീക്ഷ പാസ്സായി. ആ സിസ്റ്റർ അന്ന് നിശ്ചയിച്ചതാണ്, എൻ്റെ ജീവിതം ഒരു സമർപ്പിതയാകണം. ഒരു സൈൻ ദൈവം കൊടുത്തു. എങ്ങനെ? മാത്സ് പരീക്ഷ ജയിപ്പിക്കില്ല ആ സിസ്റ്ററിൻ്റെ. അങ്ങനെയാണ് ആ സിസ്റ്ററിന് ദൈവവിളി
മനസ്സിലായത് സിസ്റ്ററിൻ്റെ. ചിലർ വെറുതെ കോൺവെൻറ്റിലും സെമിനറിയിലും ക്യാമ്പ് കൂടാൻ പോകുമ്പോൾ അവർക്ക് മനസ്സിലാവും. ചിലവരെങ്ങനെയാണെന്നറിയോ, ചില അച്ഛന്മാരെ കാണുമ്പോൾ, സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ നമുക്ക് തോന്നും, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അട്രാക്ഷൻ വരും. അയ്യോ, ആ സിസ്റ്ററിൻ്റെ ഡ്രസ്സ് കാണും, സിസ്റ്ററിനോട് മിണ്ടുമ്പോൾ, സിസ്റ്റർ ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അച്ഛൻ സംസാരിക്കുമ്പോൾ, അച്ഛൻ ബലി അർപ്പിക്കുമ്പോൾ എത്രയോ കുഞ്ഞുങ്ങൾ പറയാറുണ്ടെന്നറിയോ, എൻ്റെ വികാരി അച്ഛനെ പോലെ ഒരു അച്ഛനാകണം സിസ്റ്റർ എനിക്ക്. കാരണം എന്താ, ആ അച്ഛൻ, ആ സിസ്റ്ററാണ് ആ കൊച്ചിൻ്റെ ഇൻസ്പിറേഷൻ. ചിലപ്പോൾ നേരിട്ട് നമുക്ക് വിഷൻസ് ഉണ്ടാവും. ചില വിശുദ്ധർക്കൊക്കെ അങ്ങനെയായിരുന്നു. ഫ്രാൻസിസ് അസീസി ബൈബിളിലൂടെ വചനം വായിച്ചാണ് ദൈവവിളി കണ്ടെത്തിയത്. ഇഗ്നേഷ്യസ് ലോയോള ഇൻസ്പിറേഷനായിട്ട് അനേകം വിശുദ്ധരെ കടന്നു വന്നിട്ടുണ്ട്. സെയിൻറ്റ് കമിലസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഫിലിപ്പ് നേരി പുണ്യവാളിൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടായിരുന്നു. ഫിലിപ്പ് നേരി പുണ്യാളുടെ ഇൻസ്പിറേഷനിലൂടെയാണ് ആര്, സെയിൻറ്റ് കമിലസ് ദൈവവിളി സ്വീകരിച്ചത്. ഇതുപോലെ അനേകം ഉദാഹരണങ്ങളുണ്ട്. ദൈവവിളി എന്നത് മക്കളെ സിസ്റ്റർ പറയാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടാവും അല്ലേ? സിസ്റ്ററായിട്ട് ജയിലിൻ്റെ ഉള്ളിൽ ആ സിസ്റ്റർ എന്ന് പറഞ്ഞ, അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്ത് സന്തോഷമുള്ളേ അല്ലേ? അച്ഛനായാലോ സിസ്റ്റർ ആയാലോ അല്ല, ഏത് ജീവിതമായാലും എല്ലാ ജീവിതത്തിലും സഹനമുണ്ട് ഇല്ലേ? പപ്പയും മമ്മിയും സഹനമില്ല അവരുടെ ജീവിതത്തിൽ. അവർ വഴക്കൂടാറില്ലേ? കഷ്ടപ്പെട്ട് പപ്പ ജോലിക്ക് പോയി മമ്മി കിച്ചണിൽ ജോലി എടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ വ്യാപൃതരായി അവരെന്താ ചെയ്യുന്നത്? അവർക്കും ജീവിതത്തിൽ സഹനമുണ്ട്. അതുപോലെ തന്നെ അച്ഛന്മാർ, അവർ തന്നെ ചോറുണ്ടാക്കി വെക്കും, അവരുടെ ഉത്തരവാദിത്തങ്ങൾ. അപ്പോൾ അവർക്കും അവരുടേതായ സഹനങ്ങളുണ്ട്. സിസ്റ്റേഴ്സിനായാലും അവരുടേതായ സഹനമുണ്ട്. സഹനം എല്ലാ ജീവിതത്തിലും ഉണ്ട്. ഇപ്പോൾ നമ്മൾ മീഡിയയിലൂടെ ഒക്കെ കാണും, അയ്യോ സിസ്റ്റർമാരായിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, അച്ഛന്മാരായിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. സിസ്റ്ററുടെ സ്വന്തം അനുഭവത്തിലൂടെ പറയണത്, സിസ്റ്റർ ആഗ്രഹിച്ചപ്പോൾ കുറേ പേര് ചുറ്റിനും ഈ ഗണ്ണ് പിടിച്ച് നിൽക്കില്ലേ, അതുപോലെ ഗണ്ണ് പിടിച്ചിങ്ങനെ നിൽക്കുക, പോണ്ട. സിസ്റ്റർ ബോംബെയിൽ ജനിച്ച് വളർന്നതാണ്. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ പോവാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നീ ഒരു കുഴിയിലേക്ക് ചാടാൻ പോവാ, ജീവിതം തുലയ്ക്കാൻ പോവാ. കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സും പിന്നെ ഇടവകയിലുള്ളവരും റിലേറ്റീവ്സും ഒക്കെ പറഞ്ഞു, പേരൻസ് പോലും പറഞ്ഞത് അങ്ങനെയാണ്. കാരണം അവരുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്, പൗരോഹിത്യം, സന്യാസ ജീവിതം, അതിനെക്കുറിച്ച് കുറേ നെഗറ്റീവ് കേൾക്കുമ്പോൾ. പക്ഷെ നമ്മൾ ജീവിക്കാത്തൊരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ കോൺവെൻറ്റിൽ വന്ന് നിന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് അതുകൊണ്ട് കോൺവെൻറ്റ് ലൈഫ് പറയാൻ പറ്റില്ല. ഇവിടുന്ന് കേട്ട കാര്യം കോൺവെൻറ്റിൻ്റെ ലൈഫ് ആവുമോ? ഇല്ല. നിങ്ങളുടെ വീട്ടിൽ സന്തോഷമാണോ അല്ലയോ എന്ന് സിസ്റ്ററിന് അറിയാൻ പറ്റുമോ? സിസ്റ്റർ നിങ്ങളുടെ വീട്ടിൽ താമസിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുമായി കൂടുതൽ ഇടപെട്ടാലല്ലേ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് സന്തോഷമാണോ അല്ലയോ എന്ന്. ഏത് ജീവിതം തിരഞ്ഞെടുത്താലും ഒന്നേ നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ, എൻ്റെ ഇഷ്ടം ഞാൻ നിറവേറ്റാൻ പാടില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം എന്തോ അത് സാധിച്ചു കൊടുക്കണം. ഒരു ചെറിയ കഥ സിസ്റ്റർ പറഞ്ഞുതരും. ഒരു കുഞ്ഞ് മസ്തി ചെയ്യുമായിരുന്നു. നിങ്ങളൊക്കെ കുറുമ്പ് കാണിക്കാറില്ലേ? ഈ കുഞ്ഞ് എന്ത് ചെയ്തു? ഈ കുഞ്ഞിങ്ങനെ ഒരു വാസുപാത്രമില്ലേ, പൂ വയ്ക്കുന്ന വാസുപാത്രം കണ്ടിട്ടില്ലേ? ആ വാസുപാത്രത്തിൻ്റെ ഉള്ളിൽ വെറുതെ കൈയിട്ട് കഴിഞ്ഞിട്ട് എന്ത് പറ്റി? കൈ ഊരിപ്പോരുന്നില്ല. ആ വാസുപാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് കൈ ഊരിപ്പോരുന്നില്ല. കൊച്ച് കരഞ്ഞൊടുങ്ങി, കുഞ്ഞി കൊച്ചാ. അപ്പോൾ പപ്പയും മമ്മിയോ എന്താ പറ്റി? ആ കൈ വാസുപാത്രം ഒടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ചിലപ്പോൾ എന്തെങ്കിലും കൊച്ചിന് കുത്തിക്കയറും. അതുകൊണ്ട് അങ്ങനെ പൊട്ടിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? ആരെ വിളിക്കും? എങ്ങനെ സഹായിക്കും ഈ കുഞ്ഞിനെന്ന് ഓർത്ത് പപ്പയും മമ്മിയും വിഷമിച്ചിരുന്നപ്പം പപ്പയ്ക്ക് മനസ്സിലായി, നീ കൈ വിട്, നീ ഒന്ന് ട്രൈ ചെയ്യുമോ, നീ വരുമല്ലോ, അത്ര ടൈറ്റൊന്നും അല്ലല്ലോ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവൻ ഇതിങ്ങനെ പിടിച്ചു നോക്കണേ കൈ. അവൻ്റെ കൈയുടെ ഉള്ളിൽ പപ്പ കൊടുത്ത 5 രൂപ ഉണ്ടായിരുന്നു. ഇങ്ങനെ പിടിച്ചതുകൊണ്ട് കൈ സ്റ്റിഫായതുകൊണ്ട് ഇന്ന് വരുന്നില്ല. അവനോട് പറഞ്ഞു നീ കൈ വിട്. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ കൈ ഓപ്പൺ ചെയ്യില്ല. അതെന്താ നീ ഓപ്പൺ ചെയ്യാതെ? പപ്പ തന്ന 5 രൂപ അതിൻ്റെ ഉള്ളിലുണ്ട്. അവനെ കൈ പുറത്ത് വരും വേണം, പക്ഷേ 5 രൂപ കയ്യിൽ നിന്ന് ഉപേക്ഷിക്കാനും പറ്റില്ല. നമുക്ക് രണ്ടും വേണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവൻ്റെ ഇഷ്ടം എന്താ? അവന് കൈ പുറത്തും വരണം, എന്ത് വേണം? അവന് ആ കാശും വേണം. പക്ഷെ രണ്ടും ചിലപ്പോൾ നടന്നെന്ന് വരില്ല. എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. അവൻ ആ കൈ തുറന്ന് ആ കാശ് വിട്ടപ്പോഴാണ് എന്ത് വന്നത്? കൈ പുറത്തേക്ക് വന്നത്. മനസ്സിലായോ? എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും നമുക്ക്. അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ദൈവവിളി എന്താന്ന് പറഞ്ഞു തന്നാൽ മതി. എന്താ പറഞ്ഞു തരണ്ടേ? ദൈവവിളി എന്താന്ന് പറഞ്ഞു തന്നാൽ മതി.
വിവാഹ ജീവിതമാണെങ്കിൽ ഈശോയെ നല്ലൊരു ലൈഫ് പാർട്ട്ണറിനെ തന്നെ അനുഗ്രഹിക്കണമേ. ഒരു അച്ഛനാവേണ്ടതാണെങ്കിൽ ഈശോയെ അതിനുവേണ്ടി എന്നെ ഇപ്പം തന്നെ ട്രെയിൻ ചെയ്യണേ. സിസ്റ്റർ ആകണമാണ്, ഒരു സമർപ്പിത ജീവിതം നയിക്കണമെന്നാണെങ്കിൽ ഈശോയെ അതിനുവേണ്ടി എൻ്റെ ഹൃദയത്തെ അങ്ങ് ഒരുക്കണമേ. നിങ്ങൾ വിശുദ്ധരോട് പ്രാർത്ഥിക്കണം. ഇൻസ്പിറേഷൻസ് ഉള്ള വിശുദ്ധരില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിശുദ്ധർ, അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്കൊന്ന് കണ്ണടച്ചാലോ? നമുക്ക് കണ്ണടച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ ഹിതമറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ദൈവവിളി എന്താണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുവാനുള്ള കൃപ എനിക്ക് തരണമേ. ആമേൻ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ദൈവം നമ്മളെല്ലാവരെയും വിളിക്കുന്നുണ്ട്. അപ്പം ആ സ്വരം തിരിച്ചറിഞ്ഞ മക്കളെ നമുക്കൊന്ന് കേട്ടാലോ? Praise the Lord. I am Lail Rose Saju from Ankot Parish, Bombay. I study in 8th standard. I stay with my parents, 3 sisters and 2 brothers. I recently got a brother in September. He is very cute. I know that this is God gifted. I am very happy to have so many siblings. We are all happy to have so many sisters and brothers. My parents are also happy to have so many children. We every day do rosary and prayers after our holy mass at night. We have quarrels within us, but after some time we console each other and talk to each other and play, enjoy and become happy, and we lead a peaceful life. We are happy and we thank God to give so many children and siblings. There are many abortions happening in the world. There are parents who have only 1 or 2 children. But I am so lucky that I have got so much great parents that they accepted these many children and did not abort us. I am very thankful for the God that He gave me life and He gave me God gifts. And I am very lucky that we are all gifts of God. Praise the Lord and thank you. ദൈവം നമ്മളെല്ലാവരും വിളിക്കുന്നുണ്ട്. പലപ്പോഴും അത് ടെക്സ്റ്റ് മെസ്സേജിലൂടെയാണ്. ആ ടെക്സ്റ്റ് മെസ്സേജാണ് വചനം. നമുക്ക് ഇന്നൊരു ടെക്സ്റ്റ് മെസ്സേജ് പഠിച്ചാലോ? വിശുദ്ധ മത്തായി 9:38. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു
കോളിനേക്കാളും ദൈവത്തിൻ്റെ കോളിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്താലോ? ഈ ആഴ്ച ഒന്ന് ട്രൈ ചെയ്യണേ. ബൈ. Born by His blood, cleansed by His word, born of the Spirit to the risen Jesus Christ we belong. We are the army of Christ. Born by His blood, cleansed by His word, born of the Spirit to the risen Jesus Christ we belong. By His blood, cleansed by His word, born of the Spirit to the risen Jesus Christ we belong. We are the army of Christ. We are Christ's army. We are the army of Christ. We are Christ's army. Not by sight, but by the faith we live. Not against flesh, but against the forces of darkness we fight.